സാധാരണക്കാരന്റെ ഭാഷയും ജീവിതവും കൊണ്ട് അസാധാരണമായൊരു സാഹിത്യ ലോകം സൃഷ്ടിച്ച പ്രതിഭാശാലിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ബഷീർ ദിനാചരണവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ദൈനംദിന സംസാര ഭാഷയുടെ ഭാഗമായി കഴിഞ്ഞ അനശ്വര കഥാപാത്രങ്ങളാണ് ബഷീർ സമ്മാനിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ജയകുമാർ ഓർമ്മിപ്പിച്ചു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിച്ചു നിൽക്കുന്ന ആത്മീയതയാണ് ബഷീറിൽ മാനവികതയായിട്ടും ജന്തുസ്നേഹമായിട്ടും ഫലിതമായിട്ടും കണ്ണീരായിട്ടും ഒക്കെ ആവിഷ്കൃതമാകുന്നത്. ഈ പ്രപഞ്ചവും ഞാനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള അഗാധമായിട്ടുള്ള ആത്മീയ അവബോധമാണ്. ബഷീർ ഇവിടെ ജനിച്ച ഒരൊറ്റപ്പെട്ട എഴുത്തുകാരനല്ല. ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അപാരതയാണ്. അതാണ് ആ കണ്ണുകൊണ്ട് ഒരു കൊച്ചുറുമ്പിനെ കാണുമ്പോൾ, ഒരു കുഴിയാനെ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രണയബന്ധമുണ്ട് കേട്ടോ. അത് എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുമാരനാശാൻ അത് കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് വീണ് കിടക്കുന്ന ഒരു പൂവിനോട് പോലും പറഞ്ഞു, ഒന്നല്ലി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ രചിച്ചത് നമ്മയെല്ലാം എന്ന് കവി പറയുമ്പോൾ അവിടെയുമുണ്ട് ഈ പ്രപഞ്ച സത്തയോടുള്ള ഒരു ഹൃദയബന്ധം. തലയോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സ്മാരക സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് കെ പി രാമനുണ്ണി, ജമാൽ കൊച്ചങ്ങാടി, കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ ബഷീർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കെ ബിനിമോൻ MLA പ്രശസ്തി പത്ര സമർപ്പണവും ലേക്ക് ഷോർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള അവാർഡ് തുക വിതരണവും നിർവഹിച്ചു. ചടങ്ങിൽ അബ്ദുൽ കരീം ചൈതന്യ, അഡ്വക്കേറ്റ് A ശ്രീകല എന്നിവർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം കെ ജയകുമാർ നിർവഹിച്ചു. സമിതി ജനറൽ സെക്രട്ടറി PG ഷാജിമോൻ, വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ KS സിന്ധു എന്നിവരുൾപ്പെടെയുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ സംസാരിച്ചു.